മലയാളത്തിലെ ആദ്യ ദിനപത്രമായി മലയാളക്കരയുടെ ഹൃദയം കീഴടക്കിയ ദീപിക 140 വർഷത്തിന്റെ പ്രൗഢിയിൽ. ദീപികയുടെ ശതോത്തര റൂബി ജൂബിലിയോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കരയിൽ നടന്ന വിളംബര റാലി വർണ്ണാഭമായി. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ആത്മീയ രംഗത്തെ നിരവധി പ്രമുഖർ ചരിത്രത്തിന്റെ ഭാഗമായി മാറി. അതേസമയം ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ദീപിക ശതോത്തര റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് വിവിധ യൂണിറ്റുകളിൽ തുടക്കമായി. സത്യദൂതികയായി ശതോത്തര റൂബി ജൂബിലിയിലേക്ക് പ്രവേശിക്കുന്ന മലയാളത്തിന്റെ പത്രമുത്തശ്ശി ദീപികയ്ക്ക് 140 ദീപാർച്ചന സമർപ്പിച്ചു. അക്ഷരനഗരിയുടെ തിരുമുറ്റമായ തിരുനക്കരയിലായിരുന്നു ദീപാർച്ചന ഒരുക്കിയത്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, ആത്മീയ രംഗത്തെ പ്രമുഖരും ദീപിക കുടുംബാംഗങ്ങളും അഭ്യുദയകാംക്ഷികളുമായ 140 പേർ ചേർന്നാണ് ദീപങ്ങൾ പ്രോജ്വലിപ്പിച്ചത്. ദീപികയുടെ ശതോത്തര റൂബി ജൂബിലിയോടനുബന്ധിച്ച് നടന്ന വിളംബര റാലിയോടനുബന്ധിച്ചായിരുന്നു വർണ്ണാഭമായ ചടങ്ങ്. തുടർന്ന് ചേർന്ന സമ്മേളനത്തിൽ രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ സന്ദേശം നൽകി. ദീപികയ്ക്ക് ആരോടും വേർതിരിവുകളില്ലെന്നും തുല്യതയാണ് ദീപികയുടെ മുഖമുദ്രയെന്നും അദ്ദേഹം പറഞ്ഞു. ദീപിക സത്യം മാത്രമേ പറയൂ എന്നും അദ്ദേഹം പറഞ്ഞു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ് ദീപിക. തുല്യതയ്ക്കായാണ് ദീപിക പോരാടുന്നതെന്നും കൂട്ടിച്ചേർത്തു. വിഖ്യാത ശാസ്ത്രജ്ഞനും MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലറുമായ പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് സന്ദേശം നൽകി. സമൂഹത്തിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ദിനപത്രമാണ് ദീപികയെന്നും ജനങ്ങളെയും ഗവൺമെന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പത്രങ്ങളാണെന്നും ജനാധിപത്യത്തിന്റെ കാവൽക്കാരാണ് പത്രങ്ങളെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. തുടർന്ന് പ്രൊഫസർ ഡോക്ടർ സാബു തോമസ് ദീപികയുടെ കോട്ടയം ടൗണിലെ ഏജന്റ് ജേക്കബ് കുര്യന് ദീപം കൈമാറി. ശേഷം വിശിഷ്ട വ്യക്തികളും സമ്മേളനത്തിൽ പങ്കെടുത്തവരും ദീപിക 140 എന്ന് ആലേഖനം ചെയ്ത ക്രമത്തിൽ തിരികത്തിച്ച് അണിനിരന്നു. ദീപിക ചീഫ് എഡിറ്റർ ഫാദർ ഡോക്ടർ ജോർജ് കുടിലിൽ ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അതേസമയം ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ദീപിക ശതോത്തര റൂബി ജൂബിലി ആഘോഷങ്ങൾക്ക് വിവിധ യൂണിറ്റുകളിൽ തുടക്കമായി. ഷെക്കേന ന്യൂസ്, കോട്ടയം.